പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമുക്ക് ആ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? പല ആളുകളും അങ്ങനെ കരുതുന്നുണ്ട്, എനിക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന, നമ്മളെപ്പോലെ സ്വലാത്ത് പറയുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കില്ലാത്ത ചില പ്രത്യേകതകൾ അവർക്കുണ്ടാകും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട ആളുകൾ, സ്വപ്നം കാണാത്ത ആളുകൾ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നബി തങ്ങളെ സ്വപ്നം കണ്ട ആളുകൾക്കുണ്ടാകുന്ന ചില നല്ല ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ? ആ ഗുണം നമുക്കും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട ഒരുപാട് മഹത്തുക്കളുണ്ട്. നമുക്കൊക്കെ അതിന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നൊരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 നേട്ടമാണ്. അതോടൊപ്പം തന്നെ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയൊരു എളുപ്പമാർഗവുമാണ്. നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പറയുന്നത് മാത്രമല്ല, പഠിക്കുന്നത് മാത്രമല്ല, ഇന്ന് മഗ്രിബിന് മുമ്പ് ഒരു 3 പ്രാവശ്യം നിങ്ങൾക്ക് ആ സ്വലാത്ത് പറയാൻ പറ്റുമോ? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സ്വലാത്ത്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് എത്ര പ്രാവശ്യം ചൊല്ലണം, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എല്ലാ കാര്യവും ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 8ാമത്തെ ദിവസത്തിലാണുള്ളത്. ഇന്ന് മഗ്രിബോടുകൂടി 9ാമത്തെ രാവിലേക്ക് കിടക്കുന്നു. ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാനും, നബി തങ്ങളെ പറ്റി പറയുന്നത് കേൾക്കാനും, ആ നബിയോട് ഒരുപാട് സ്നേഹങ്ങൾ പ്രകടിപ്പിക്കാനും, സ്വലാത്തുകൾ പറയാനും, അവസാനം മുത്തായ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. ഉസ്താദെ, രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ ചാനൽ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒരു സഹോദരൻ വന്ന് പറഞ്ഞത്, ഞങ്ങളെ രാവിലെയും വൈകുന്നേരം ഗുളിക കഴിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ വീഡിയോ കാണാതെ പോകാറില്ല. അൽഹംദുലില്ലാഹ്, വലിയ ഖൈറാണ്. നമ്മുടെ വീഡിയോ ഒക്കെ വെറുതെ കണ്ടുപോകലല്ല, മറിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ പറഞ്ഞ എനിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾക്കുമൊക്കെ അത് വലിയ ഗുണമാണ്. ചില ആളുകൾ ചോദിച്ചു, ഉസ്താദെ, ഈ മഗ്രിബിന് ശേഷം നമ്മുടെ ചാനലിൽ മൗലിദിൻ്റെ സദസ്സുണ്ടല്ലോ, എനിക്ക് അപ്പോഴാണ് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഞാൻ മഗ്രിബ് നിസ്കരിച്ച ഉടൻ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയാൽ പിന്നെ വെളുപ്പിനെ ഇറങ്ങുകയുള്ളൂ. അപ്പോൾ എനിക്ക് മൊബൈൽ ഈ മൗലിദിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് പകലിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പങ്കെടുക്കാം, ഒരു കുഴപ്പമില്ല. മൗലിദ് എപ്പോൾ വേണമെങ്കിലും ഓതാം. അത് നമ്മുടെ ചാനലുണ്ട്. അത് നിങ്ങൾക്ക് രാത്രി പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പകൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി പകൽ പങ്കെടുക്കുന്നവർക്ക് രാത്രിയും പങ്കെടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് അറിയാൻ സാധിച്ചത് വലിയ ഖൈറുണ്ട്, വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല നമ്മുടെ സ്നേഹബന്ധം നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ ബർക്കത്തോടു കൂടി നമ്മുടെ മജ്‌ലിസ് തുടങ്ങാം. എല്ലാവരും ചൊല്ലിക്കോ, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഓരോ വീഡിയോകൾക്ക് താഴെയും അല്ലാഹുവേ ആയിരക്കണക്കിന് കമന്റുകളാണ് ഓരോ ഉമ്മമാരും ഉപ്പമാരും ഇങ്ങനെ എഴുതി പോകുന്നത്. റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ വിഷമത്തിലാണോ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ ഖൈറും തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ കഴിഞ്ഞൊരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരിച്ച നബിതങ്ങളെപ്പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനും അതുപോലെ തന്നെ നബിതങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതലായി സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു സഹോദരൻ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ 6 വർഷം മുമ്പ് നബിതങ്ങളെ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും എനിക്ക് കാണണം, അതിനുവേണ്ടി പ്രത്യേകം
ദുആ വസിയ്യത്ത് എന്ന് ഒരു സഹോദരൻ ഇങ്ങനെ ഒരു കമൻ്റ് എഴുതിയിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മളൊക്കെ നടക്കൂല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും നമ്മൾ നേടിയെടുത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നിസ്സാരമായി കാണുന്ന അവനെന്ത് ചെറിയ ജോലി ചെയ്യുന്നവൻ, അല്ലെങ്കിൽ നമ്മളെക്കാൾ സാമ്പത്തികമായി താഴ്ന്നവൻ, അല്ലെങ്കിൽ നമ്മളെക്കാൾ പദവി കുറഞ്ഞവൻ, അവൻ പോട്ടെ എന്നൊക്കെ നമ്മൾ നിസ്സാരമായി കാണുന്ന പലരും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകളൊക്കെ ചൊല്ലി 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 അവസാനം മുത്തായ ഹബീബിനെ കണ്ണുകൊണ്ട് കണ്ടവരായിരിക്കും. റബ്ബേ, പാപികളായ ഞങ്ങൾക്കും നീ ആ ഒരു സൗഭാഗ്യം നൽകണേ റഹ്മാനെ. മഹാനായ മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുത്രിഫ് എന്ന് പറയുന്ന വലിയൊരു സ്വാത്വികനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്തുകൾ പറയുക, പ്രത്യേകിച്ച് കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലി 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 അദ്ദേഹം അങ്ങനെ ആ സ്വലാത്ത് ചൊല്ലിയിട്ടായിരുന്നു ഉറങ്ങിപ്പോയിരുന്നത്. അങ്ങനെ ഇദ്ദേഹം സ്വലാത്ത് ചൊല്ലിയാണ് ഉറങ്ങുക. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സ്വലാത്ത് ചൊല്ലാനുള്ള ക്ഷീണം കാരണം അദ്ദേഹം നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലാതെ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. മുത്ത് ഹബീബിനെ സ്വപ്നം കാണുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. റബ്ബേ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ, ഹറാമിലേക്ക് നോക്കിയ കണ്ണാണ് റബ്ബേ, അത് നീ പൊരുത്തപ്പെട്ട് തന്ന് മുത്തായ ഹബീബിൻ്റെ സുന്ദരമായ മുഖം ഞങ്ങൾക്ക് നീ കാണാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്, ആമീൻ. അങ്ങനെ ആ മുത്രിഫ് എന്ന് പറയുന്ന ആ സ്വാത്വികനായ മനുഷ്യൻ അദ്ദേഹം സ്വപ്നം കാണുന്നു മുത്തായ ഹബീബിനെ. അദ്ദേഹം ഇങ്ങനെ ഒരു കൂടാരത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. അദ്ദേഹം മുത്തുനബി തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെ എഴുന്നേറ്റു. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്വലാത്ത് ചൊല്ലുന്ന ആ മുഖം ഞാനൊന്ന് ചുംബിക്കട്ടെ. നബി തങ്ങൾ എൻ്റെ കവിളിൽ ചുംബിച്ചു എന്നാണ്. ആ സമയത്ത് ഞാൻ നെറ്റി എഴുന്നേറ്റു നോക്കുമ്പോൾ എൻ്റെ മുറിയാകെ സുഗന്ധമാണ്, എൻ്റെ പരിസരമാകെ സുഗന്ധപൂരിതമാണ്. അപ്പോൾ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതേ ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് 8 ദിവസത്തോളം എൻ്റെ ഭാര്യ എൻ്റെ ആ മുത്തായ ഹബീബ് എൻ്റെ കവളിൽ ചുംബിച്ചപ്പോഴുണ്ടായ ആ സുഗന്ധം ആസ്വദിക്കാൻ എൻ്റെ ഭാര്യ 8 ദിവസം തുടർച്ചയായി എൻ്റെ മുഖത്തിങ്ങനെ ചുംബിക്കുമായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. കിതാബ് സഅദത്തു ദാറൈൻ നമുക്ക് ഈ ഒരു സംഭവം കാണാം. റബ്ബേ, അള്ളാഹിൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ട എത്രയോ ഭാഗ്യവാന്മാരുണ്ട്, എത്രയോ ഭാഗ്യവതികളുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഞാൻ അള്ളാഹിൻ്റെ ഹബീബിനെ കണ്ടിട്ടില്ല, നമ്മളിൽ പല ആളുകളും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടവർ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടാകും, ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ടാകും. നിങ്ങളൊക്കെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണം. കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ടവരാണ്. ആ കണ്ണുകൾ കൊണ്ട് പിന്നെ ഹറാമ് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണം. അല്ലാഹ് പടച്ചവനെ, റബ്ബേ, ഞങ്ങൾക്ക് ആ സൗഭാഗ്യം തരണേ അല്ലാഹ്. മഹാനായ ഇബ്നു അജീബ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ സ്വപ്നം കാണുന്നവരെ 3 രൂപത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ചില ആളുകൾ ഉണർച്ചയിലും അതുപോലെ തന്നെ മയക്കത്തിലും ഒക്കെ നബി തങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കത്തിൽ സ്വപ്നം മാത്രം കാണുന്നവരാണ്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സെക്കൻഡ് പോലും മായാതെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഈ 3 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിനും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവില്ല. റബ്ബേ, ഞങ്ങൾക്ക് നീ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാൻ തൗഫീക്ക് തരണേ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 വരുന്നതിന് മുമ്പ് നമുക്ക് സ്വലാത്ത് ചൊല്ലി 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 ഇൻഷാ അല്ലാഹ് മുത്തായ ഹബീബിനെ സ്വപ്നം കാണണം. അതിന് ഇബ്രാഹിമിയ സ്വലാത്ത് നല്ലതാണ്, താജ് സ്വലാത്ത് നല്ലതാണ്, കഞ്ചു സ്വലാത്ത് നല്ലതാണ്. അറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടാവണം. കിടക്കുന്ന സമയത്ത് വുളുവോടുകൂടി കിടക്കണം, കിബിലക്ക് മുന്നിട്ട് കിടക്കണം, ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കണം. മുത്തായ ഹബീബിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലി ചൊല്ലി അങ്ങനെ ഉറങ്ങിപ്പോവണം. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ഹബീബിനെ കാണാൻ പറ്റും. മുത്തുനബിയോടുള്ള സ്നേഹം ഒരുപാടുണ്ടാവണം. മാത്രമല്ല മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടവരുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും അതിനുള്ള വലിയൊരു ആഗ്രഹമുണ്ടാകും. നബി തങ്ങളെ സ്വപ്നം കാണാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഹറാമായ കാഴ്ചകൾ മാറ്റിവെക്കുക, ഹറാമായ കേൾവികൾ മാറ്റിവെക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാവുക, നമ്മുടെ സംസാരം നമ്മൾ നിയന്ത്രിക്കുക, കേൾവിയെ നമ്മൾ നിയന്ത്രിക്കുക, കാഴ്ചയെ നമ്മൾ നിയന്ത്രിക്കുക. എപ്പോഴും മുത്തുനബിയോടുള്ള സ്നേഹം അധികരിപ്പിച്ച് നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഹിജ്റ 521 വർഷം
ശവ്വാൽ മാസം 16 ചൊവ്വാഴ്ച ദിവസം മഹാനവറുകൾ ഖൈലൂലത്ത് ഉറങ്ങുകയാണ്. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ളുഹർ വാങ്ക് വിളിക്കുന്നതിനും തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങുന്ന ഉറക്കത്തിനാണ് ഈ ഖൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയുക. അങ്ങനെ ഖൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് മഹാനവറുകൾ പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകുന്ന എൻ്റെ വല്ലുപ്പ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിർ, നീ എന്തുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിച്ച് നീ സംസാരിക്കാത്തത്? ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നീ സംസാരിക്കാത്തത് എന്താണ്? ആ സമയത്ത് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, ഞാൻ ആ സമയത്ത് എൻ്റെ വല്ലുപ്പയോട്, എൻ്റെ വല്ലുപ്പയാകുന്ന മുത്ത് ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ അറബിയാണല്ലോ, ഞാൻ സാധാരണ അറബി ഭാഷ സംസാരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ രൂപത്തിൽ സാഹിത്യ സമ്പുഷ്ടമായ രൂപത്തിൽ സംസാരിക്കുന്നവരാണ്. എനിക്കത്ര വലിയ സാഹിത്യമൊന്നും വശമില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറയുന്നു, ഓ അബ്ദുൽ ഖാദിർ, നീ എന്ത് ചെയ്യുക, വായ തുറക്കുക. അങ്ങനെ ഞാൻ വായ തുറന്നപ്പോൾ എൻ്റെ വായക്കുള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 പ്രാവശ്യം വായിലേക്ക് നബി തങ്ങൾ ഉമിനീര് തെറിപ്പിച്ചു, അതായത് തുപ്പിത്തന്നു. അങ്ങനെ നബി തങ്ങൾ എന്നോട് ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി നീ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, നല്ല ക്ഷമയുണ്ടാവണം. ഞാനങ്ങനെ എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞാനങ്ങനെ ളുഹർ നമസ്കരിച്ചു. ളുഹർ നിസ്കരിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പരിസരത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. ഞാൻ അറിയാതെ എൻ്റെ പരിസരത്ത് ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടി. ഞാനങ്ങനെ അവരുടെ മുന്നിലേക്ക് എനിക്കറിയാവുന്ന ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അറബി ഭാഷയിൽ വലിയ സാഹിത്യ സമ്പുഷ്ടമായി വേഗത്തിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഞാനങ്ങനെ സംസാരിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ഭയമുണ്ടായി. എനിക്ക് കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവരെ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് കൂടുതൽ ക്ഷണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ആകുന്ന എൻ്റെ മറ്റൊരു വല്ലുപ്പയെ ഞാൻ കണ്ടു. അല്ലാഹുവേ, ഞാൻ അലിയാര് തങ്ങളുടെ അടുക്കൽ ചെന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമോനാകുന്ന അലിയാര് തങ്ങൾ എന്നോട് സംസാരിക്കുന്നു, കുഞ്ഞുമോനെ, നീ എന്താണ് ജനങ്ങളോട് സംസാരിക്കാത്തത്? ഞാൻ അപ്പോൾ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല, ഞാൻ വിറക്കുകയാ. അങ്ങനെ അലിയാര് തങ്ങൾ 6 പ്രാവശ്യം എൻ്റെ വായിലേക്ക് ഇങ്ങനെ തുപ്പുകയുണ്ടായി. ആ സമയത്ത് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ചോദിക്കുന്നു മഹാനായ അലിയാര് തങ്ങളോട്, അള്ളാഹിൻ്റെ ഹബീബ് 7 പ്രാവശ്യമാണല്ലോ എൻ്റെ വായിലേക്ക് ഉമിനീര് തെറിപ്പിച്ചത്, നിങ്ങൾ എന്തേ 6 പ്രാവശ്യം ഉമിനീരാക്കിയത്? ആ സമയത്ത് മഹാനായ അലിയാര് തങ്ങൾ പറയുകയാണ്, ഞാനത് നബി തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് 6 തവണയാക്കിയത്. അതിനുശേഷം മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, അതിനുശേഷം എനിക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാനോ ജനങ്ങളോട് സംസാരിക്കാനോ യാതൊരു തരത്തിലുള്ള മടിയും ഉണ്ടായിട്ടില്ല, നാണക്കേടും ഉണ്ടായിട്ടില്ല. ഞാൻ ഏത് വലിയ ആളുടെ മുന്നിൽ പോയിട്ടും അതാ ദീൻ പറയാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട ഒരുപാട് മഹത്തുക്കളുണ്ട്. ഇനി നമുക്ക് ഈ പാവപ്പെട്ട സാധുക്കളായ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്, നാളെ പകലാണ്. നമ്മൾ പരമാവധി സുന്നത്തുകൾ എടുക്കുക, സുന്നത്തുകൾ ഒരുപാട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക, ഒരുപാട് സ്വതക്കുകൾ ചെയ്യുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വലിയ ആഗ്രഹമുണ്ടാവുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അത് മനസ്സിലാക്കി അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? നബി തങ്ങളുടെ സുന്നത്തുകൾ പ്രാവർത്തികം. എന്ത് കാര്യം ചെയ്താലും നബി തങ്ങളുടെ സുന്നത്തുണ്ടാകുമല്ലോ, ആ സുന്നത്തുകൾ നമ്മൾ എടുക്കുക പരമാവധി. അതോടൊപ്പം തന്നെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എൻ്റെ ഉമ്മച്ചിമാരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വാപ്പമാരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ സിറുൽ അസ്റാർ എന്ന കിതാബിലും, അതുപോലെ തന്നെ മഹാനായ ഇമാം ബാഖി തങ്ങൾ ഖസീനത്തുൽ അസ്റാറിലും, മഹാനായ ഇമാം ബഗ്ലാനി തങ്ങൾ അന്നസുർ റഹ്മാൻ എന്ന കിതാബിലും, മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ സആദത്തുദ് ദാറൈൻ എന്ന കിതാബിലും,
പിന്നെ ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒരുപാട് സൂഫിയാക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സ്വലാത്തുണ്ട്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഈ സ്വലാത്ത് നമുക്ക് മതിയാകുന്നതാണ്. മാത്രമല്ല ഈ സ്വലാത്തിന് ഒരുപാട് പേരുകളുണ്ട്. അസ്വലാത്തുൽ ഖുർതുബിയ, അസ്വലാത്തു തഫ്രീജിയ, അതുപോലെ അസ്വലാത്തു മിഫ്താഹുൽ കൻസ് തുടങ്ങിയ ഒരുപാട് പേര് ഈ സ്വലാത്തിനുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒന്നാമത്തെ ഗുണം നബി തങ്ങളെ സ്വപ്നം കാണാൻ പറ്റും. പിന്നെയോ ഏത് നമ്മൾക്ക് പ്രശ്നമുണ്ട്, ഏത് പ്രശ്നമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ഇത് മാറൂല എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഏത് പ്രയാസ പ്രശ്നങ്ങളും മാറാൻ ഈ സ്വലാത്ത് ധാരാളം മതിയാകുന്നതാണ്. മാനസികമായ ടെൻഷനുകൾ മാറാൻ, പിന്നെയോ സിഹർ, കണ്ണേറ്, മാരണം, കൂടോത്രം, അസൂയ, കണ്ണേർ എല്ലാം മാറാൻ, അതുപോലെ തന്നെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ, നമ്മുടെ പദവികൾ ഉയരാൻ, ദാരിദ്ര്യം മാറാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, ദുനിയാവിൽ 30 ആഖിറത്തിൽ 70 വരുന്ന ദറജകൾ ഉയർത്തപ്പെടാൻ തുടങ്ങി 10 പ്രതിഫലങ്ങൾ മഹത്തുക്കൾ ഇതിന് എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്വലാത്ത്. ആ സ്വലാത്തിന്റെ പേരാണ് സ്വലാത്തു നാരിയ, നാരിയത്തു സ്വലാത്ത്, നാരിയത്തു സ്വലാത്ത്. ആ സ്വലാത്ത് ഒരുപാട് മഹത്തുക്കൾ ഈ സ്വലാത്തിന്റെ മഹത്വം, വിശദീകരണം, അതിൻ്റെ ശ്രേഷ്ഠത ഒക്കെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് ചൊല്ലിയാലോ? നാരിയത്തു സ്വലാത്ത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന സ്വലാത്താണ്. നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയും ഒക്കെ ഒരുപാട് ചൊല്ലുന്ന സ്വലാത്താണ്. 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലി എത്രയോ ആഗ്രഹങ്ങൾ സഫലീകരിച്ചെടുത്ത, എത്രയോ ഉദ്ദേശങ്ങൾ നേടിയെടുത്ത ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമുക്കൊന്ന് ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലാ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരുജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലാ, അല്ലാഹുവേ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സമ്പൂർണ്ണമായ സംരക്ഷണം നീ കൊടുക്കണേ അല്ലാ. വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, അല്ലാഹുവേ അഴിഞ്ഞു വരാത്ത കെട്ടുകൾ അഴിച്ചു തരുന്ന ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കല്ലാ. വതൻഫരുജു ബിഹിൽ ഖുറബ്, റസൂൽ, ആ മുത്തായ റസൂൽ മുഖേന എത്രയോ ആവശ്യങ്ങളാണ് പൂർത്തീകരിച്ച് കിട്ടുന്നത്. വതുനാലു ബിഹിർ റഗായിബ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന എത്രയോ ആഗ്രഹങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വഹുസ്നുൽ ഖവാതിമു, അല്ലാഹുവിൻ്റെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം എത്രയോ നല്ല മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആഖിറം നന്നാവാൻ, അന്ത്യം നന്നാവാൻ മുത്തറസൂൽ തന്നെ വേണമല്ലോ. വയുസ്തസ്കൽ ഗമാം, അവിടുത്തെ വാസസ്ഥലം അല്ലാഹുവേ വജ്ഹിഹിൽ കരീം, വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം, അവിടുത്തെ സ്ഥാനം മുഖേന മഴ നൽകപ്പെടുന്നതാണല്ലോ. അതായത് റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എത്രയോ സമയങ്ങളിലാണ് മഴയില്ലാതെ വന്നപ്പോൾ നബിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത്. വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, അനുയായികളുടെ മേൽ നീ ഗുണവും സദാസമയം ഗുണവും രക്ഷയും ചൊരിയണേ അല്ലാ എന്നർത്ഥം വരുന്ന നാരിയത്തു സ്വലാത്ത് ഒന്ന് ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരുജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒരു പ്രാവശ്യം കൂടി ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലാ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരുജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഒരു 3 വട്ടം കൂടി നിങ്ങൾക്ക് ഈ സ്വലാത്ത് നല്ല നിയ്യത്ത് വെച്ച് ചൊല്ലാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ചൊല്ലി ആളുകളൊന്ന് കമൻ്റായി അറിയിച്ചാൽ അൽഹംദുലില്ലാഹ് വലിയ റാഹത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ
ഇന്നത്തെ മഗ്രിബിന് മുമ്പ് 3 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിക്കോ. എല്ലാ വിഷമങ്ങളും പമ്പ് കടക്കും, പ്രയാസങ്ങളും മാറിത്തരും, എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. കാരണം അത്രമാത്രം വീര്യമുള്ള ഒരു സ്വലാത്താണ്. ഒരൊറ്റ പ്രാവശ്യം കൂടി നമുക്ക് ആ സ്വലാത്ത് ചൊല്ലാം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ്. അപ്പോൾ 4444 നാരിയത്ത് സ്വലാത്തൊക്കെ ചൊല്ലുന്നവരുണ്ടെങ്കിൽ ആ ചൊല്ലുന്നതിന് മുമ്പ് എന്ത് കാര്യത്തിലാണോ ചൊല്ലുന്നത് അത് മനസ്സിൽ കൊണ്ടുവരിക, മുറാദ് മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് അത് ഹാസിലായി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ദുആ കൊണ്ടിരിക്കുക, സ്വലാത്ത് പറയുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. സുന്നത്തുകൾ, ആദാബുകൾ എല്ലാം നമ്മൾ പാലിക്കുക. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളൊക്കെ പ്രാവർത്തികമാക്കുന്ന നല്ല കൂട്ടരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ വീഡിയോകൾക്കും താഴെ ദുആ വസിയത്ത് എഴുതിയിട്ടുള്ള പറയുന്ന ഒരുപാട് ഉമ്മമാരെ ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും റബ്ബ് ഹാസിലാക്കട്ടെ. വിഷമങ്ങളെ, സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.